ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. സോ നമുക്കിന്ന് ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. സോ നമ്മൾ ബാക്കിൽ കാണുന്ന ഈ ഒരു SC ലോറിയിലാണ് നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത്. ലോഡ് നമ്മുടെ സേലത്താണ് ഗൈസ്. സോ സേലത്ത് പോയിട്ട് നമുക്ക് ലോഡ് എടുത്തിട്ട് പോകണം. ലോഡ് കോയമ്പത്തൂരാണ് ഗൈസ്. സോ നമുക്ക് അവിടുന്ന് ലോഡ് എടുത്ത് സേലത്തേക്ക് പോകണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. സോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ടാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ വണ്ടി. ഒരു SC ലോറിയാണ് ഗൈസ്. ഒരു കിടിലൻ ലോറിയാണ്. നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ ലോറിയാണ്. സോ നമുക്ക് നേരെ വണ്ടിയിലേക്ക് കടക്കാം ഗൈസ്. സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. സോ നമുക്ക് എന്തായാലും വണ്ടി എടുത്തേക്കാം. സോ നമ്മളിപ്പോൾ കൊച്ചി ബസ് സ്റ്റാൻഡിലാണ് ഗൈസ് നിൽക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ പോയി ലോഡ് എടുത്തിട്ട് അത് സേലത്തേക്ക് ഇറക്കണം ഗൈസ്. സോ ടോട്ടൽ നമുക്കൊരു 29,000 രൂപയുടെ അടുത്ത് കിട്ടും ഈ ഒരു ജോബ് എടുത്താൽ. എടാ വഴിന്ന് മാറടാ. സോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടാണ്ട് ഗീസ് ലൈക്ക് അടിക്കുക, ശരി സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗീസ്, ഞാൻ പറഞ്ഞില്ല ഗീസ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ അവിടെ റെഡ് ലൈറ്റ് ആണ് ഗീസ്. ഇതേ ഒരു പെട്ടി ഓട്ടോറിക്ഷയൊക്കെ. സോ ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അല്ല ഗീസ്, ഇത് ബസ് സിമുലേറ്റർ ഇന്ത്യയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഗെയിമാണ്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇറക്കിയ അതേ ടീം തന്നെ ഇറക്കിയ ഒരു ഗെയിമാണ് ഗീസ്. സോ ഇപ്പോഴുടെ റെഡ് സിഗ്നലാണ് ഗീസ്. സോ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് നമ്മൾ ലോഡ് എടുക്കണം ഗീസ്. ലോഡ് എടുക്കാൻ വേണ്ടി പോവുക ഗീസ്. സോ എന്തെങ്കിലും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗീസ് സോറി. സോ ഈ ഗെയിമിന് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ മോഡിനാണ് ഗീസ് ലാഗ്. ഇതൊരു ടാറ്റ SC ലോറി കൊള്ളാം ഗൈസ്. ഒരു കിടിലൻ ലോറിയാണ്. വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. വലിയൊരു നാനോ കാറൊക്കെയാണ് പോണ്. സോ നമ്മളിപ്പോൾ കൊച്ചി ഏകദേശം കൊച്ചി പോലെയൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ കൊച്ചിയിലൊന്നും പോയിട്ടില്ല. അയ്യോ, എവിടെ നോക്കിയാടാ വണ്ടി എടുക്കണേ. സോ ഇതേപോലത്തെ എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഗൈസ് ഡു കമൻറ്റ്. നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. സോ നമ്മുടെ ലോറി എടുത്തിരിക്കുന്നത് നമ്മുടെ വാസു അണ്ണൻ്റെ കയ്യിൽ നിന്നാണ്. സോ വാസു അണ്ണനാണ് എനിക്ക് ലോറി തന്നത്. ഇതെൻ്റെ സ്വന്തം ലോറി അല്ല ഗൈസ്. സ്വന്തമായിട്ടൊരു ലോറി നമുക്ക് എടുക്കണം. ഒരു ലോറി ഒരു ബസ്സും എടുക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. സോ പാലക്കാടിൻ്റെ ഒരു ഭംഗി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കണം. നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെ നല്ല ഹോട്ടലൊന്നും കാണുന്നില്ലല്ലോ ഗീസ്. സോ ഇവിടെ ഫുള്ള് നല്ല പാടാണ് ഗീസ്. പാടം മീൻസ് നല്ല 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 തന്നെ ഗീസ്. സോ നമ്മൾ ഫ്യൂൽ അടിക്കണം ഗീസ്. ഫ്യൂലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. സോ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടാവേണ്ടതാണ്. സോ നമുക്ക് വണ്ടി ഈ ഒരു പെട്രോൾ പമ്പിൽ സൈഡാക്കുക. ഇത് നല്ല പാടാണ് ഗീസ്. കുറച്ച് ഹെവിയാണ് ഇത് ഓടിക്കുവാനെല്ലാം. സോ വണ്ടി നമുക്കിവിടെ സൈഡാക്കി പോയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം ഗീസ്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ജേണിയിലേക്ക് കിടക്കാം. സോ ഇവിടുന്ന് നമുക്ക് നേരെ കോയമ്പത്തൂരേക്കാണ് ഗീസ്. സോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഏത് കൊക്കയൊക്കെ ഉണ്ടായിട്ട് ചേടിക്കുമെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് പോവാം ഗീസ്. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ കോയമ്പത്തൂർ പോയി നമുക്ക് വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഗൈസ് നമുക്ക് വണ്ടിയിലേക്ക് കയറ്റേണ്ടത്. സോ അതിനാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി കൊണ്ട് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാരത് ബെൻസ് എടുത്താലും മതിയായിരുന്നു ഗൈസ്. സോ ഭാരത് ബെൻസിൽ കുറച്ച് എൻജിൻ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഞാൻ വാസോണ്ണൻ്റെ കയ്യിൽ നിന്ന് SC ലോറി എടുത്തത്. സോ വണ്ടിയുടെ പേര് സ്റ്റോൺ റൈഡർ അങ്ങനെ എന്തോ ആണ് ഗൈസ്. ബാക്കിൽ സ്റ്റോൺ റൈഡർ എന്ന് എഴുതിയിട്ടുണ്ട്, മുമ്പിൽ കോമൺ ക്ലബ്ബ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ വാസോണിൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ വണ്ടി ഉണ്ട് ഗൈസ്. കുറേ കാറുണ്ട്, കുറേ ബസ്സുണ്ട്. സോ നമ്മുടെ അധികം ട്രിപ്പും നമുക്ക് വാസോണ്ണനാണ് തരാറ്.
സോ അടുത്ത വീഡിയോയിൽ നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടാകുന്നതാണ് ഗൈസ്. സോ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. നമ്മൾ കുറച്ച് പോകുമ്പോഴത്തേക്ക് മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. സോ ഇപ്പോൾ നമ്മുടെ ലോഡ് എടുക്കേണ്ട ഇവിടുന്ന് വിളിച്ചായിരുന്നു. അവർ പറഞ്ഞത് ലോഡ് എടുക്കേണ്ട സ്ഥലത്തിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നാണ്. സോ നമ്മൾ കുറച്ചും കൂടി ദൂരെ എത്തുമ്പോഴത്തേക്ക് അവർ ചേഞ്ച് ചെയ്ത ലൊക്കേഷൻ വിളിച്ച് പറയാമെന്നാണ് അവർ പറഞ്ഞത്. സോ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. സോ ഈ ഒരു സൈഡിൽ എന്തോ വാഷിംഗ് ഏരിയ ആണ്. വണ്ടിയിൽ ഇപ്പോൾ കറൻ്റ് ഡേർട്ടൊന്നും ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ചായ കുടിക്കണം എന്ന് തോന്നി. സോ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. സോ നമുക്കൊരു വേറെ ചായ കുടിച്ചുകൊണ്ട് വരാം ഗീസ്. നമ്മുടെ ഇവിടെ ഇതാ സുധിയുടെ പീടികയിലാണ് കയറുന്നത്. ഇവിടെ വേറെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. റൂട്ടിൻ്റെ നടുക്കാണ് ഈ വണ്ടി ഇട്ടീന്. കുഴപ്പമില്ലാന്ന് തോന്നുന്നത് ഗീസ്. വേറെ ലോറിയൊക്കെ പോകുന്നുണ്ട്. സോ നമുക്ക് വേറെ ചായ കുടിക്കാം ഗീസ്. ഇത് ജ്യൂസ് കോർണറാണ് ഗീസ്. കുഴപ്പമില്ല, നമുക്ക് ജ്യൂസ് കുടിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്. ഈ കാർ എന്താണ് എടുത്തുകൊണ്ട് പോകാത്തേ? സോ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാം ഗൈസ്. നമുക്ക് പോയേക്കാം. കുറച്ചധികം ദൂരം പോകാനുണ്ട് ഗൈസ്. സോ നമ്മുടെ കൂടെ അടുത്ത വീഡിയോയിൽ വേറെ ആളുണ്ടെന്ന് പറഞ്ഞത്. സോ നമുക്കൊരു പോകുന്ന വഴിക്ക് കുറച്ച് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. സോ അതിനാണ് നമ്മൾ വേറൊരാളെയും കൂടി കൂട്ടുന്നത്. എന്തായാലും നല്ലൊരു ഫണ്ണി ഗായ് ആണെന്ന് ഞാനും വിചാരിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ വിചാരിക്കുക ഗൈസ്. സോ നമുക്ക് ആ ലോഡ് എടുക്കേണ്ട സ്ഥലം എത്തിയിട്ട് കാണാം. സോ അവരെ വിളിക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. 1 hour later. ഫൈനലി ഗൈസ് നമ്മൾ പാലക്കാട് കയ്യാറായിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടിക്ക് 84 വരെയൊക്കെ മിനിമം സ്പീഡ് പോകുന്നുള്ളൂ. സോ അതെന്താണെന്ന് എനിക്കറിയില്ല. സോ എൻജിൻ പ്രോബ്ലം ആയിരിക്കും ഗൈസ്. സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഈ വണ്ടി മാറ്റണം ഗൈസ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഇങ്ങോട്ടേക്കൊരു വഴി കാണുന്നുണ്ട്. സോ ഇങ്ങോട്ടേക്കല്ല നമ്മുടെ വഴി. സോ ഇവിടെ എന്തൊരു വഴി കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്നാണ് ഗൈസ് ലോഡ് എടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം ഗൈസ്. നമുക്ക് ആ ഒരു കോൺട്രാക്ടറിനെ ഒന്ന് വിളിച്ച് നോക്കാം. കോൺട്രാക്ടറാണ് എന്താണെന്ന് എനിക്കറിയില്ല. സോ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഞാൻ അയാളെ. സോ അയാൾ പറഞ്ഞത് അതെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവിടെ നിന്നാണ് ലോഡ് എടുക്കേണ്ടതെന്നാണ് അയാൾ പറഞ്ഞത്. സോ കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടാവും. സോ അവിടെ നിന്നാണ് ലോഡ് എടുക്കേണ്ടതെന്നാണ് അയാൾ പറഞ്ഞത്. സോ നമുക്ക് അവിടെ പോയി ലോഡ് എടുക്കാം ഗൈസ്. സോ ഇവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അയാൾ പറഞ്ഞ പോലെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. സോ ഇവിടെ വണ്ടി തിരിച്ചിട്ടാൽ അവ ലോഡ് കയറ്റി തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ പാറയൊന്നും കാണുന്നില്ല ഗൈസ്. മരമാണോ? നമുക്ക് വണ്ടി ഇവിടെ ഇട്ടേക്കാം. സോ നമ്മൾ വണ്ടി ഫുള്ള് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫൈനലി ഗൈസ് ലോഡും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. സോ ഇത്രയും പാറക്കല്ല് ഇതൊക്കെ ഓവർലോഡല്ലേ ഗൈസ്. ഈ പോലീസ് എങ്ങനെ പിടിച്ച് പെറ്റി അടിക്കേണ്ടി വരുമോ? സോ നമുക്ക് നോക്കാം ഗൈസ്. ഞാനിപ്പോൾ ഡോറ് തുറന്നേ. സോ നമുക്ക് പോയി ഗൈസ്. പക്ഷെ ഇവിടെ പാർക്കല്ലൊന്നും കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ചായ കുടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവർ ലോഡ് കയറ്റിക്കഴിഞ്ഞു ഗൈസ്. സോ നമുക്ക് എന്തായാലും എടുത്തുകൊണ്ട് പോകാം. സോ നല്ല ഹെവിയാണ് ഗൈസ്. വണ്ടി ചെരിയുന്നുണ്ട്. സോ എന്താവുമെന്ന് നമുക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും വഴിയേ കാണാം. പോലീസൊന്നും പിടിച്ചില്ല നമുക്ക് അങ്ങ് എത്താം ഗൈസ്. കാരണം ഇത് ഓവർലോഡാണ്. സോ ഇവിടെ എന്തോ റോഡിൻ്റെ പണിയാണ് ഗൈസ്. സോ ഇങ്ങോട്ടേക്ക് വലിയ സിറ്റിയും കാര്യങ്ങൾ വരുന്നതായിരിക്കും. സോ മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈപ്പർ ഇട്ടേക്കാം. സോ ഇനി നമുക്കിത് എവിടെ അവർ ലൊക്കേഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ലൊക്കേഷൻ അല്ല നമ്മുടെ ജോബാണ് അവർ മാറ്റുന്നത്. സോ ആദ്യം സേലത്ത് ഇറക്കാൻ പറഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് ലോഡ് എടുത്തിട്ട് സോ ഇപ്പോൾ ലോഡ് എടുക്കേണ്ട സ്ഥലം മാറ്റി ഇറക്കേണ്ട സ്ഥലം മാറ്റി. സോ അവർ ഇറക്കേണ്ട സ്ഥലം പകുതി എത്തുമ്പോൾ അവർ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. അയ്യോ വളയുന്നില്ല ഗീസ്. ഹെവി ആയതുകൊണ്ടായിരിക്കണം. സോ അവരെ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. സോ കുറച്ച് നമുക്ക് ദൂരം പോയി നോക്കാം.
സോ മിക്കവാറും ഇനി പാലക്കാടല്ലായിരിക്കും. സോ ഇനി വേറെ സ്ഥലത്തായിരിക്കും ലോഡ് ഇറക്കേണ്ടത്. സോ നമുക്ക് പോയി നോക്കാം. ഫൈനൽ കേസ് നമ്മളിതാ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് എന്നാണ് ഇപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞത്. സോ ആദ്യം കോയമ്പത്തൂരിൽ നിന്ന് ലോഡ് എടുക്കാനാണ് പറഞ്ഞത്. സോ ഇപ്പം പറയുന്നു എവിടെയാണ് ലോഡ് ഇറക്കാനുള്ളത് എന്ന്. സോ എന്തൊക്കെ അയാൾ കളിക്കുന്നുണ്ട്, സോ നമുക്കൊന്നും അറിയില്ല. സോ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം ഗൈസ്. സോ നമ്മുടെ സാലറി സെയിം റേറ്റ് ആണ് ഗൈസ്. നമ്മൾ സേലത്ത് ഇറക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സെയിം റേറ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. സോ നമ്മൾ ഹെവി ലോഡ് എടുക്കുന്നതുകൊണ്ടായിരിക്കണം ഗൈസ് നമ്മൾ ആ സെയിം റേറ്റ് നമുക്ക് തരുന്നത്. സോ ഗ്രീൻ ആവാനായിട്ടുണ്ട് ഗൈസ്. ഗ്രീൻ ആവാൻ കാത്തുനിന്നാൽ പിന്നെ ടൈം പോകും. സോ നമ്മൾ കോയമ്പത്തൂർ എത്തി ഗൈസ്. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ഇവിടെ നിന്നും കുറച്ച് പോവാനുണ്ട് ഗൈസ്. ഒരു 5-6-7 കിലോമീറ്റർ എങ്ങാണ്ട് പോവാനുണ്ട്. വലിയ ദൂരമൊന്നുമില്ല ഗൈസ്, പക്ഷേ ഈ വണ്ടിയും വെച്ചത് വലിയ ദൂരമാണ്. സോ ഇപ്പോൾ ഹെവി ലോഡും കൂടിയും കയറ്റിയതുകൊണ്ട് വലിയ സ്പീഡും കാര്യങ്ങളൊന്നും കയറുന്നില്ല. ഇവിടെയാണ് ലോഡ് ഇറക്കേണ്ടതെന്ന് തോന്നുന്നു. സോ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു റോട്ടുമ്പോൾ കയറണം ഗൈസ്. സോ ഇവിടെ ഹൈവേയുടെ പണി നടക്കുകയാണ് ഗൈസ്. സോ അയാൾ പറഞ്ഞത് ഇവിടെ ഒരു ബാരിയർ നമുക്ക് തട്ടാം. ആ ബാരിയർ തന്നെയാണ് ഗൈസ്. സോ ഇനി നമുക്ക് അവിടെ പോയി ലോഡ് ഇറക്കാം. അയ്യോടാ, മാറിക്കൂടെ റോട്ടുമെന്നൊക്കെ. എന്തൊക്കെ ഇവർക്കൊന്നും കണ്ണ് കണ്ടൂടെ? നമ്മൾ ലോഡും കൊണ്ട് വരുന്നത് കണ്ടൂടെ? സോ എവിടെയാണ് ലോഡ് ഇറക്കേണ്ടത്? സോ ഇവിടെ വേറെ പണിക്കാരെ ഒന്നും കാണുന്നില്ല. പണിക്കാരാണ് നേരത്തെ അവിടെ നിൽക്കുന്നത് കണ്ടത്. നമുക്ക് അവിടെ തന്നെ ലോഡ് ഇറക്കാം. ലോഡ് ഇറക്കി നമുക്കിവിടെ ഒരു വീട് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഇവർ തന്നെ സെറ്റാക്കിയതാണ് ഗൈസ്. സോ നമുക്ക് അവിടെ പോയി നിൽക്കണം. സോ നാളെ രാവിലെ വേറെ ലോഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പോവാം. സോ വരുന്ന വഴിക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് എന്തായാലും ലോഡ് ഇവിടെ ഇറക്കിയേക്കാം. ഫൈനലി ഗൈസ് നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. സോ നമുക്കിനി തിരിച്ച് ഇവർ നമുക്ക് സെറ്റാക്കി തന്ന ആ ഒരു വീട്ടിലേക്ക് പോവാം. സോ നേരത്തെ നമ്മൾ കണ്ടത് ഇവിടുത്തെ ജോലിക്കാർ തന്നെയാണ് ഗൈസ്. സോ അവരൊക്കെ പണിയെങ്കിന് പോവുകയാണ്. സോ ഇവർ സെറ്റാക്കിയ വീട്ടിലേക്ക് നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. സോ ഇവിടെ ഹൈവേയുടെ പണിയാണ് ഗൈസ്. സോ ഇനി നമുക്ക് ചിലപ്പം ലോഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അവർ നമുക്കിവിടെ ഹോം സെറ്റാക്കി തന്നത്. അയ്യോ, ഇവിടെ ബ്ലോക്കാണല്ലോ ഗൈസ്. ചില വണ്ടിയൊക്കെ തിരിഞ്ഞ് പോകുന്നുണ്ട്. സോ നല്ല ബ്ലോക്കാണ്. സോ ബെൻസൊക്കെയാണ് ഗൈസ് പോകുന്നത്. സോ അതേപോലെയാണ് നമുക്കൊന്ന് എടുക്കണം ഗൈസ്. കഷ്ടകാലത്തിന് വരുന്ന വഴിക്കൊന്നും പോലീസൊന്നും വന്നില്ല. കഷ്ടകാലം അല്ലാത്തതുകൊണ്ട് വരുന്ന വഴിക്ക് പോലീസൊന്നും വന്നില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. സോ നമ്മുടെ വീട് ഇത് ഇവിടെ എങ്ങാണ്ടാണ്. സോ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ സൈഡാക്കാം. സോ വേറെ വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വണ്ടി. സോ വരുന്ന വഴിക്ക് പാലക്കാട് വന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി തട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ഇനി അടുത്ത എപ്പിസോഡിൽ അതൊന്ന് നന്നാക്കണം. സോ നിങ്ങൾക്ക് ലോറി എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു ഗൈസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഡു ലൈക്ക്, ഡു ഷെയർ, ഡു സബ്സ്ക്രൈബ് ഗൈസ്. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഒക്കെ പൊളിയാണ് ഞാൻ കരുതുന്നത് ഗൈസ്. സോ അടുത്തത് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഗൈസ്. ആ ട്രിപ്പിൽ നമ്മുടെ കൂടെ വേറൊരാളും കൂടിയുണ്ട്. സോ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ട്വിസ്റ്റാണ് ഗൈസ്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സോ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ട്രിപ്പിൻ്റെ വണ്ടി ഖലീഫയാണ് ഗൈസ്. ഖലീഫ നമ്മൾ എടുക്കുന്നത് വാസുണ്ണൻ്റെ കയ്യിൽ നിന്നാണ്. സോ ബൈ ഗൈസ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം.